ഹായ് ഓൾ, എൻട്രി എലിവേറ്റ് മോണ്ടിസോറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്ത് പ്രസൻറ്റേഷനെ കുറിച്ചാണ്. EPL എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫിലെ ആദ്യ മെറ്റീരിയൽ ആയിട്ടുള്ള മാത്ത് പ്രസൻറ്റേഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാറ്റ് തന്നെ നമുക്ക് 3 വിധം ഉണ്ട്. ഒന്ന് വർക്കിംഗ് മാറ്റാണ്, നമ്മൾക്ക് കുട്ടികൾക്ക് മെറ്റീരിയൽ വർക്ക് ചെയ്ത് പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റാണ് വർക്കിംഗ് മാറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സിറ്റിംഗ് മാറ്റാണ്, കുട്ടികൾ വർക്ക് ചെയ്യുന്നതിന് ഇരിക്കാനായി ഉപയോഗിക്കുന്ന മാറ്റാണ് സിറ്റിംഗ് മാറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ലാസ്റ്റ് വൺ ഓയിൽ ക്ലോത്ത് ആണ്, അതും മാറ്റ് പോലെ തന്നെയാണ്. അത് നമ്മൾ കൂടുതലും ചൗക്കിയിലാണ് യൂസ് ചെയ്യുന്നത്. പോറിംഗ് ഗ്രെയിൻസ് അതേപോലെ വാട്ടർ ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ക്ലോത്ത് ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ അതേപോലെ ഇൻഡിപെൻഡൻസ്, കുട്ടികൾക്ക് ഓരോ സാധനങ്ങളോടുള്ള റെസ്പെക്റ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ മാറ്റ് പ്രസൻറ്റേഷൻ കൊടുക്കുന്നത്. ഇവിടെ 3 മാറ്റുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് വർക്കിംഗ് മാറ്റ്, ലോങ് മാറ്റ് ആയിരിക്കും. ഇതിലായിരിക്കും നമ്മൾ കുട്ടികളുടെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാറ്റ്. ഇതിൻ്റെ ഫ്ലാപ്പ് ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാകും. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്ന മാറ്റാണ് സിറ്റിംഗ് മാറ്റ്. ഇത് കുട്ടികൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന മാറ്റ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ വരുന്ന മാറ്റാണ് ഓയിൽ ക്ലോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലോത്ത്, ഈ ഒരു ടെക്സ്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് വാട്ടർ ഐറ്റംസ് അതേപോലെ പോറിംഗ് ഗ്രെയിൻസ് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഈ പ്രസൻറ്റേഷനിൽ വെച്ചിരിക്കുന്ന മാറ്റിൻ്റെ എല്ലാം ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യാൻ പാകത്തിനാണ് ഇരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ഇതിനെയാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. EPL എന്ന് പറഞ്ഞ ഏരിയയിലെ ആദ്യത്തെ പ്രസൻറ്റേഷനാണ്. അതായത് ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റ് പ്രസൻറ്റേഷനാണ്. ഇനി നമ്മൾക്ക് മാറ്റ് പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് കാണാം. നമ്മളൊരു മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ടാൽ നന്നായിരിക്കും. മാറ്റ് നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളുടെ വേസ്റ്റ് ലെവലിൽ വേണം ഹോൾഡ് ചെയ്യാനായിട്ട്. ഇന്നത്തെ മാറ്റ് പ്രസൻറ്റേഷനിലൂടെ എങ്ങനെ ഒരു മാറ്റ് റോൾ ചെയ്യണം, എങ്ങനെ അൺറോൾ ചെയ്യണം, എങ്ങനെ അത് ഹോൾഡ് ചെയ്യണം, എങ്ങനെ ക്യാരി ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത മെറ്റീരിയൽ പ്രസൻറ്റേഷനിലൂടെ നമ്മൾക്ക് കാണാം.